ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും മഹത്വമേറിയ പുണ്യദിനങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്ന് ലക്ഷക്കണക്കിന് വിശ്വാസികൾ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പുനരാവിഷ്കരിക്കുകയും റബ്ബിന്റെ ഭവനത്തിന്റെ മുൻപിൽ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ചൊല്ലി അള്ളാഹുവിന്റെ അതിഥികളായി ഇബാദത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹീത നിമിഷങ്ങളാണ് ഈ ഓരോ സെക്കൻഡുകളും. പരിശുദ്ധ ഇസ്ലാമിൽ ഒഴിച്ചുകൂടാനാവാത്ത, ഒരിക്കലും ഒരു വിശ്വാസിക്ക് അവഗണിക്കാനോ മാറി നിൽക്കാനോ സാധിക്കാത്ത ചരിത്രമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും കുടുംബത്തിന്റെയും ചരിത്രം. അതുകൊണ്ടാണ് എക്കാലഘട്ടം വരെ മുസ്ലിം സമൂഹം ജീവിച്ചിരിപ്പുണ്ടോ അക്കാലം വരെ നിർബന്ധമായും ദിവസം 9 തവണ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ, ഇന്ന് വിശ്വാസികളെ കൊണ്ട് നിർബന്ധപൂർവം പറയിപ്പിക്കാൻ പടച്ച റബ്ബ് തെരഞ്ഞെടുത്ത പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അദ്ദേഹത്തിന്റെ കുടുംബവും. എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബിക്ക് ഇത്രമാത്രം ശ്രേഷ്ഠതയുണ്ടാവാനുള്ള കാരണം? മറ്റുള്ള ഒരു പ്രവാചകന്മാരെയോ അമ്പിയാക്കളെയോ എടുത്തു പറയാത്തതുപോലെ അള്ളാഹു എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബിയെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചേർത്ത് പറയാനുള്ള കാരണം? അതിനുള്ള കാരണത്തെപ്പറ്റി വിശുദ്ധ ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തി. ജീവിതത്തിന്റെ എല്ലാ അർത്ഥത്തിലും, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പൂർണ്ണമായി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും റബ്ബിനെ കീഴ്പ്പെട്ടവനായിരുന്നു ഇബ്രാഹിം നബി. അതാണ് റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതും. വഇദ് ഖാല റബ്ബുഹു അസ്ലിം, ഇബ്രാഹിം നബിയോട് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി, ഇബ്രാഹിം താങ്കൾ പൂർണ്ണമായും റബ്ബിനെ കീഴ്പ്പെടണം, മുസ്ലിമാവണം. ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഇന്ന് നമ്മളിൽ ചിലർ ചിന്തിക്കുന്നത് പോലെ ഞാൻ പേരുകൊണ്ടും തറവാട് കൊണ്ടും കുടുംബം കൊണ്ടും ചില ഇബാദത്തുകളെ കൊണ്ടും ഞാൻ മുസ്ലിമാണ്. എന്നിട്ടെന്തിനാ എന്നോട് പിന്നെയും മുസ്ലിമാവണം, അള്ളാഹുവിനെ കീഴ്പ്പെടണം എന്ന് പറയാൻ കാരണം? എന്ന് ഇബ്രാഹിം നബി തിരിച്ചു ചോദിച്ചിട്ടില്ല. മറിച്ച് ഇബ്രാഹിം നബി തിരിച്ച് റബ്ബിനോട് പറഞ്ഞു, ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാനിതാ എന്റെ രക്ഷിതാവേ, എന്റെ ജീവിതത്തിലെ എല്ലാ രംഗത്തും നിനക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആ ചരിത്രം നമ്മളോട് ചേർത്ത് വെച്ച് നോക്കണം. കാരണം ഇന്ന് നമ്മളിൽ പലരും നാമമാത്ര കർമ്മമാത്ര മുസ്ലിമീങ്ങൾ മാത്രമായി ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പലർക്കും നമസ്കാരങ്ങളും ഇബാദത്തുകളും നോമ്പും സൽക്കർമ്മങ്ങളുമേയുള്ളൂ. മനസ്സുകൊണ്ട് പലർക്കും ഇസ്ലാമിന് പൂർണ്ണമായും കീഴ്പ്പെടാൻ സാധിക്കുന്നില്ല. ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പല അവസ്ഥയിലും പല രംഗത്തും ഇസ്ലാമിനെ നമ്മൾ മനഃപൂർവ്വമോ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ആ ഇസ്ലാമിന്റെ പൂർണ്ണമായ ശൈലി നമ്മളെ ജീവിതത്തിൽ നിന്നും നമ്മൾ നിഷേധിക്കാറുണ്ട്, നഷ്ടപ്പെടുത്താറുണ്ട്. ഒരു ഉദാഹരണത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു കച്ചവടക്കാരനായ ഒരു പാവം മനുഷ്യൻ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഫർണിച്ചറിന്റെ ഷോപ്പ, ലക്ഷക്കണക്കിന് രൂപയുടെ സാധനം പല ആളുകളും എന്റെ അടുത്ത് നിന്നും വാങ്ങിക്കൊണ്ടുപോയിട്ടുണ്ട്. വാങ്ങിയവരിൽ പലരും ഇസ്ലാമിന്റെ പ്രമുഖരാണ്. ആ നാട്ടിലെ പള്ളിയുടെ ഒന്നാമത്തെ സെഫിൽ ഞാൻ അവരെ കാണാറുണ്ട്. ഒരു വക്ത് പോലും അവർ തെറ്റിക്കുന്നതായിട്ട് എനിക്ക് അനുഭവമില്ല. വെള്ളിയാഴ്ച ബാങ്കിന്റെ മുൻപേ പള്ളിയിൽ അവരെത്തുന്നതും ഞാൻ കാണാറുണ്ട്. 5ഉം 8ഉം ലക്ഷം രൂപയുടെ ബാധ്യതയുമായി ഞാൻ കടക്കണിയിൽ വെപ്രാളപ്പെട്ടു നിൽക്കുമ്പോൾ ഇവരിൽ പലരോടും മാസങ്ങളായിട്ട് ഞാൻ ആ കടം തിരിച്ചു ചോദിച്ചപ്പോ അവരെന്നോട് തിരിച്ചു പറയുന്നത്, ഞങ്ങൾ നാടുവിടുന്നൊന്നുമില്ല, ഉണ്ടാവുമ്പം തരും എന്നാണ്. ഇന്ന് പലർക്കും ഹക്കും ബാത്തിലും ഇസ്ലാമിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാവാറില്ല. ഞാനെന്താ നാട് വിട്ടു പോകുന്നോ, ഞാൻ മരിച്ചു പോകുന്നോ, ഇനി അഥവാ അല്ലെങ്കിലും എനിക്ക് കിട്ടാനുള്ളതൊക്കെ ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇന്ന് കടം തന്നവനോട് അവന്റെ ദുരവസ്ഥ മനസ്സിലാക്കാതെ പെരുമാറുകയും സംസാരിക്കുകയും പൂഴ്ത്തിവെക്കുകയും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നവരുണ്ടെങ്കിൽ പേരുകൊണ്ടും നമസ്കാരം കൊണ്ടേ ഇസ്ലാമുള്ളൂ. മനസ്സുകൊണ്ട് ഇസ്ലാമിലേക്ക് എത്താൻ നമ്മളിൽ പലർക്കും സാധിക്കുന്നില്ല.
ഇതേപോലെ മറ്റൊരു വ്യക്തി ഓർമ്മപ്പെടുത്തി, ലക്ഷക്കണക്കിന് രൂപ പങ്കുകാരനായി ബിസിനസ്സിൽ ചേർത്ത് ഒരു വിവരവുമില്ലാത്ത ബിസിനസ് നഷ്ടപ്പെടുത്തി അവന്റെ ലാഭവും അവന്റെ മുടക്കുമുതലും അവനങ്ങെടുത്ത് കൂടെ ചേർത്തവന്റെ ലാഭവും മുടക്കുമുതലും നശിപ്പിച്ച് അതിന്റെ ഒരു 10% തിരിച്ചു ചോദിക്കാൻ ചെന്നപ്പം ആ ചോദിക്കുന്ന സമയത്ത് അവൻ തിരിച്ചു പറഞ്ഞു, ഇനിയും ചോദിക്കാമെന്ന ഞാൻ മരിച്ചാളൂ, ഞാൻ എന്തെങ്കിലും ചെയ്യും, എനിക്ക് തരാതിരിക്കൂല, ഏതെങ്കിലും കാലത്ത് എനിക്ക് തരും, കൊടുക്കാനുള്ള വകുപ്പുണ്ട്, കൊടുക്കാനുള്ള കഴിവുണ്ട്, ആ പാവപ്പെട്ടവന്റെ സമ്പത്തിൽ നിന്നൊരംശമെങ്കിലും അവന് തിരിച്ചു കൊടുക്കാനുള്ള സാഹചര്യമുണ്ടെങ്കിലും ഇങ്ങനെ ഇടപാടുകളിൽ ഹക്കും ബാത്തിലും നോക്കാത്തവർക്ക് നിസ്കാരവും നോമ്പേണ്ടു മനസ്സുകൊണ്ട് ഇസ്ലാമിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് റബ്ബ് ഇബ്രാഹിം നബിയോട് ഓർമ്മപ്പെടുത്തിയതും ഇബ്രാഹിം പേരുകൊണ്ട് ഇബ്രാഹിം മുസ്ലിമ, കുടുംബം കൊണ്ടും തറവാട് കൊണ്ടും മുസ്ലിമ. പക്ഷേ ഇബ്രാഹിം നിങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെടണമെന്ന് അള്ളാഹു താല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ 2 ദീനാർ കടം ബാക്കി വെച്ചവന്റെ മയ്യത്ത് നിസ്കരിക്കാൻ അള്ളാഹുവിന്റെ തിരുദൂതൻ ആഗ്രഹിക്കാതെ മാറി നിന്നിട്ടുണ്ടെങ്കിൽ ആ 2 ദീനാർ ഏറ്റെടുത്ത അബൂ ഖത്താദയോട് പിറ്റേന്ന് നേരം കൊടുത്തപ്പോഴേക്കും നീ ആ കടം വീട്ടിയോ എന്ന് ചോദിച്ച് ആ കടം വീട്ടാൻ ഉറപ്പ് വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഇസ്ലാമിന്റെ ശൈലിയാണ് അള്ളാഹു പഠിപ്പിച്ച മുസ്ലിമിന്റെ ശൈലി. അതാണ് ഇസ്ലാമിന്റെ ഇസ്സത്തും. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ പല രീതിയിലും മനുഷ്യ ജീവിതത്തിൽ നിന്ന് ഇസ്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾക്ക് പറയാനുള്ള ഇസ്ലാമിന്റെ ഐഡന്റിറ്റി നമസ്കരിക്കുന്നു, നാട്ടിലെ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്നു, ദീനീപരമായ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെയോ മറ്റേതെങ്കിലും പ്രസ്ഥാനത്തിന്റെയോ തലപ്പത്ത് പ്രവർത്തിക്കുന്നു. ഇതൊക്കെ മാത്രമേയുള്ളൂ പലർക്കും ഇസ്ലാം എന്ന് നാട്ടുകാരെയും കുടുംബങ്ങളെയും സമൂഹത്തെയും ബോധ്യപ്പെടുത്താൻ. അവിടെയാ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം. ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും ഒരു പൂർണ്ണ മുസ്ലിമിനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാ ഇബ്രാഹിം നബിയുടെ വിജയത്തെപ്പറ്റി അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതും ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിം വല്ലദീന മഅഹു. തീർച്ചയായും ഇബ്രാഹിമിലും ഇബ്രാഹിം നബിയുടെ കുടുംബത്തിലും നിങ്ങൾക്ക് വ്യക്തമായ മാതൃകയുണ്ട്. ആ പ്രവാചകന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് പഠിക്കാൻ, ജീവിതത്തോട് ചേർത്ത് നിർത്താൻ. കാരണം അദ്ദേഹത്തിന്റെ തുടക്കം അന്ധകാരത്തിലായിരുന്നു. കൂട്ടിന് ചേർന്ന് നിൽക്കാൻ ഒരു കൂട്ടുകാരനോ കുടുംബക്കാരനോ ഇല്ലാത്തൊരു കാലം. ഇന്ന് പലപ്പോഴും ചെറുപ്പക്കാർ വഴിതെറ്റിപ്പോകുമ്പോ പല ചെറുപ്പക്കാരും പറയുന്ന ഒരു കാരണല്ലേ, കൂട്ടുകാരൻ അങ്ങനത്തോനായിപ്പോയി, നിന്റെ ചുറ്റുപാടിലൊക്കെ അങ്ങനത്തെ ആൾക്കാരായിപ്പോയി, നന്നാവാനുള്ള ഒരു കൂട്ടുകാരൻ പോലും എന്റെ കൂടല്ലായിരുന്നു, അതുകൊണ്ടാ ക്യാമ്പസുകളിൽ, അതുകൊണ്ടാ ഹോസ്റ്റലുകളിൽ, അതുകൊണ്ടാ യാത്രകളിൽ ഞാനും അങ്ങനെ ആയിപ്പോയത് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇബ്രാഹിം നബി ജനിച്ചു വീഴുന്ന സെക്കൻഡ് മുതൽ, ഇബ്രാഹിം നബിയുടെ ആദർശം നെഞ്ചേറ്റിയ സെക്കൻഡ് മുതൽ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാൻ ഒരു കൂട്ടുകാരൻ പോലും ഇല്ല, സ്വന്തം കുടുംബത്തിന് വാപ്പയില്ല. മറിച്ച് ആ നാട്ടിലുള്ള ഒരു വ്യക്തി പോലും ഇബ്രാഹിം നബിയുടെ കൂടെയില്ലാത്ത ആ യൗവന കാലഘട്ടത്തിൽ ബിംബങ്ങൾ നിർമ്മിച്ച് കച്ചവടം നടത്തുന്ന വാപ്പാന്റെ അരികിൽ ചെന്ന് ആ മകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വാപ്പാ മാ തഅബുദൂൻ, എന്തിനെയാ നിങ്ങൾ ഈ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്? മാലാ യൻഫഉക വലാ യദുറുക, ഈ കൽബിംബങ്ങളോ മരപ്രതിമകളോ നിങ്ങൾക്കൊരു ഉപകാരം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല, ഒരു ഉപദ്രവം നിങ്ങളെ ഏൽപ്പിക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല, പിന്നെന്തിനാണ് വാപ്പ നിങ്ങൾ ഈ ബിംബ ആരാധനക്കും ശിർക്കിനും പോകുന്നത് എന്ന് ചോദിച്ചപ്പോ ആ വാപ്പ തിരിച്ചു പറഞ്ഞ മറുപടി, ഇബ്രാഹിം കാലു വജദിന ആബാഅന, അധിക ചോദ്യം വേണ്ട, നമ്മളെ വാപ്പയൊക്കെ ചെയ്തതേ ഞാനും ചെയ്യുന്നുള്ളൂ. എങ്കിൽ ആ വാപ്പാൻ അംഗീകരിച്ച ശിർക്ക് ചെയ്യേണ്ട മകൻ തിരിച്ചു വാപ്പാന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, എങ്കിലുപ്പ ഫഇന്നഹും അദുവ്വലി ഇല്ലാ റബ്ബൽ ആലമീൻ, ലോകരക്ഷിതാവായ റബ്ബല്ലാത്ത മുഴുവനും എന്റെ ശത്രുക്കള, അവനാണ് എന്നെ സൃഷ്ടിച്ചവൻ, അവനാണ് എന്നെ പരിപാലിക്കുന്നവൻ. ജീവിതത്തിന്റെ തുടക്കഘട്ടത്തിൽ ആ യൗവനകാലത്ത് അള്ളാഹുവിന് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്ന ഇബ്രാഹിം നബി തിന്മകളുടെ കൂട്ടുകൊമ്പാരങ്ങളിലും ചേർന്ന് നിൽക്കാൻ ആരുമില്ലാതിരുന്നിട്ടും ആദർശത്തിന്റെ നിഷ്ഠയോടുകൂടി റബ്ബിൽ തവക്കുൽ ചെയ്ത് ജീവിക്കുന്ന ഇബ്രാഹിം നബി കുറച്ചു കാലം കഴിഞ്ഞ് അദ്ദേഹം പ്രവാചകത്വത്തിലേക്ക് എത്തി. നിരന്തര പരീക്ഷണങ്ങൾ, പ്രവാചകന്മാർക്ക് പരീക്ഷണങ്ങളോ, അവരൊക്കെ അള്ളാന്റെ പ്രിയപ്പെട്ടവരല്ലേ എന്ന് ചിലപ്പം ചിന്തിച്ചേക്കാം. നമ്മൾക്കും ചിന്ത വരും, ഞാൻ നമസ്കരിക്കുന്നു, നോമ്പ് നോൽക്കുന്നു, ഞാൻ എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുന്നു, പക്ഷേ സൂക്കേട് വിട്ടൊഴിയുന്നില്ല. പെണ്ണുങ്ങൾക്ക് മാറി, എനിക്ക് തുടങ്ങി, എനിക്ക് മാറി, മക്കൾ ആക്സിഡന്റിൽ പെട്ടു, അത് ശരിയായപ്പോഴേക്കും കച്ചവടം നഷ്ടത്തിലാവാൻ തുടങ്ങി.
ഇതെന്താ അപ്പൊ എനിക്കിങ്ങനെ എന്ന് ചിന്തിക്കേണ്ടതില്ല. ഇബ്രാഹിം നബി അള്ളാഹുവിന്റെ നിരവധി പരീക്ഷണങ്ങൾക്ക് വിധേയനാവാൻ തുടങ്ങി. അവസാനം പരീക്ഷണത്തിന്റെ തീച്ചുളയിൽ കിടക്കുമ്പോ മക്കളില്ല എന്നൊരു സങ്കടം, വാർദ്ധക്യത്തിലേക്ക് ഭാര്യമാരെത്തി, മക്കളില്ല. അവസാനം പടച്ച റബ്ബ് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ഹാജറ ബീവിയിലൂടെ കൊടുത്തു. ഏതൊരു വാപ്പാന്റെയും സന്തോഷം, ഇക്കണ്ട കാലങ്ങൾ അത്രയും പടച്ചോൻ പരീക്ഷണം തന്നു, ഇപ്പതാ സന്തോഷം തന്നു തുടങ്ങിയിട്ടുണ്ട്. അല്ല, സെക്കൻഡ് മണിക്കൂറുകൾക്കപ്പുറം, മാസങ്ങൾക്കപ്പുറം വീണ്ടും റബ്ബിന്റെ പരീക്ഷണം. ഇബ്രാഹിം സന്തോഷിക്കാൻ വരട്ടെ, മകൻ ഇസ്മായിലിനെയും ഹാജറ ബീവിയെയും മക്ക എന്ന മണലാരണ്യത്തിൽ ഉപേക്ഷിക്കണം. ഒരു തണലോ തെളിനീരോ കുടിനീരോ ഇല്ലാത്ത വിജനമായ മരുഭൂമിയിൽ കൊണ്ടുപോയി ഭാര്യയെയും കുഞ്ഞിനെയും ചേർത്ത് കിടത്തി ഇബ്രാഹിം നബി തിരിഞ്ഞു നടക്കുന്ന ആദർശത്തിന്റെ നിഷ്ഠ. തിരിച്ചു നടക്കുന്ന ഇബ്രാഹിം നബിയോട് ഭാര്യ ഹാജറ ബീവി ചോദിച്ചു, ഇലാ ഐന യാ ഇബ്രാഹിം, ഇബ്രാഹിം എങ്ങോട്ടാ? ഞങ്ങൾക്കൊരു തണലോ വെള്ളമോ ഇല്ലാത്ത ഈ മരുഭൂമിയിൽ കിടത്തി എങ്ങോട്ടാ ഇബ്രാഹിം? ഇബ്രാഹിം നബി തിരിഞ്ഞിട്ട് പറഞ്ഞു, ബി അംരി റബ്ബി, എന്റെ റബ്ബിന്റെ കൽപ്പനയാണ് ഹാജറ. പിന്നീട് ഒരക്ഷരം ഹാജറ ബീവി സംസാരിച്ചിട്ടില്ല. ആ കുടുംബത്തിന്റെ ഭംഗിയാണത്. ഭർത്താവ് ദീനിലാണ് ഉറച്ചു നിൽക്കുന്നതെങ്കിൽ ആ ദീൻ എന്റെയും കൂടി ദീനാണെന്ന് ചിന്തിച്ച ഹാജറ ബീവി ഒരിക്കൽ വള്ളത്തിന് വേണ്ടി സഫയുടെയും മറുവയുടെയും കുന്നുകൾക്ക് മുകളിൽ ഓടിക്കയറി. അവസാനം ഇസ്മായിൽ നബിയുടെ കാലിന്റെ മടമ്പിൽ നിന്നും പൊട്ടിയൊഴുകുന്ന വെള്ളത്തിന്റെ അരികിൽ വന്ന് ഖബറു സംസം ഇന്ന് വാരിപ്പിടിച്ച ചരിത്രം. വാപ്പ എന്ന നിലക്ക്, അതല്ലെങ്കിൽ ഒരു ഭർത്താവ് എന്ന നിലക്ക് ഇബ്രാഹിം നബി മുസ്ലിമാ. ഇന്ന് ഭാര്യമാർക്ക് വേണ്ടി തീരുമാനം മാറ്റുകയും ഭർത്താക്കന്മാർക്ക് വേണ്ടി ദീനുപേക്ഷിക്കുകയും ചെയ്യുന്ന ആധുനിക ലോകത്ത് പേരുകൊണ്ട് മുസ്ലിമായവർക്കല്ല, കർമ്മം കൊണ്ട് മുസ്ലിമായവർക്കല്ല, ഹൃദയം കൊണ്ട് മുസ്ലിമാവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇബ്രാഹിം നബിയും ഹാജറ ബീവിയും മാതൃകയാണ്. വീണ്ടും മകനോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്ന കാലം, വീണ്ടും വിട്ടൊഴിയാത്ത പരീക്ഷണം. ഇബ്രാഹിം, ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക, നിന്റെ മകനെ അറുക്കണം. അള്ളാന്റെ കൽപ്പനയാ. സ്വപ്നമാണെന്ന് പറഞ്ഞു മാറി നിന്നിട്ടില്ല. മകന്റെ കയ്യും പിടിച്ച് തായ്വാരത്ത് ചെന്ന് കഅബാലയത്തിന്റെ നേരെ തിരിച്ചു കടത്തി അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലിയൊടുക്കാൻ ഒരുങ്ങുമ്പോ കയ്യിൽ അതല്ലെങ്കിൽ ഇബ്രാഹിം നബിയുടെ മുഖത്തേക്ക് നോക്കി മകൻ ഇസ്മായിൽ നബി പറയുന്ന ഒരു വാക്കുണ്ട്, വാപ്പാ എന്റെ കണ്ണങ്ങ് കെട്ടിയേക്കണം, കാരണം എന്റെ കണ്ണ് കണ്ടാൽ താങ്കൾക്ക് നിർത്താൻ തോന്നും, താങ്കൾ ഭയപ്പെടും, താങ്കൾക്ക് സഹതാപം തോന്നിയേക്കാം. മൂർച്ചയുള്ള വാളെടുക്കണേ വാപ്പ, വേഗം മുറിച്ചു കളയണം, മൂർച്ചയില്ലെങ്കിൽ താങ്കൾക്ക് മുറിക്കാൻ പറ്റാതെ വരും. വാപ്പാന്റെ കാലുകൾ കെട്ടിയിടണം, എന്റെ പെടച്ചിലുകൾ നിങ്ങളെ സങ്കടപ്പെടുത്തിയേക്കാം. ഏതൊരു വാപ്പയും ആഗ്രഹിക്കുന്ന ആദർശത്തിന്റെ മറുപടി മകനിൽ നിന്ന്. പടച്ച റബ്ബിന്റെ തൃപ്തി വന്നു. ആടുകളെ അറുക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടു. ഇന്നും ആ ബലി കൊടുക്കുന്ന നമ്മൾക്ക് അതിന്റെ ചരിത്രം നെഞ്ചോട് ചേർക്കാൻ സാധിച്ചിട്ടില്ല. ആകെ ബലി കൊടുക്കുന്നവര് ബലിമൃഗത്തിന് പൈസ കൊടുത്തുപോയാൽ പിന്നെ തിരിച്ചു വരുന്നത് പെരുന്നാളിന്റെ അന്ന് രാവിലെ പൈസ കൊടുത്തതിന്റെ അടുത്തൊഴിച്ച് ചോദിക്കും, നമ്മളെ മൂരി ഏതാ? ആ മൂരി ഒന്ന് കണ്ട് അതിന്റെ അടുത്തോയി നിന്ന് നാലാളുകൾ അറക്കുന്നതൊക്കെ നോക്കി 4 വർത്താനം പറഞ്ഞ് പിന്നെ ആ വ്യക്തി വരുന്നത് ഒരു സഞ്ചി വഹിച്ച് 1.5 മണിക്കോ 2 മണിക്കോ ആണെങ്കിൽ ആ വ്യക്തികൾക്ക് അല്ലാഹുവിന്റെ ഇബ്രാഹിം നബിയിൽ ഒരു മാതൃകയും കാണിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല. ജീവിതത്തിന്റെ ഏറ്റവും നല്ലൊരു മുസ്ലിം എന്ന ലേബലിൽ അദ്ദേഹം സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ സമൂഹത്തിലുള്ള സർവ്വ ഇബ്രാഹിം നബി നിലകൊണ്ടു. ചെയ്യേണ്ടവർ ചെയ്യട്ടെ, അതോന്റെ യൂട്യൂബ്, അതോന്റെ അഭിപ്രായം, അതോന്റെ ഭക്ഷണം എന്ന് പറഞ്ഞ് ന്യായീകരിച്ചിട്ടില്ല. മനുഷ്യന്റെ ആസന്നത്തിലേക്ക് ഭക്ഷണം ഉപേക്ഷിക്കുന്നവനെ തൊപ്പിയെന്ന് ഓമന പേരിട്ട് ബഹുമാനിച്ചിട്ടില്ല. അവനെ ഉദ്ഘാടനം ചെയ്യാൻ കൂട്ടിക്കൊണ്ടുവന്നിട്ടില്ല. തിന്മകൾക്കെതിരെ വാസ്തുറന്ന് ഇബ്രാഹിം നബി പ്രഖ്യാപിച്ചു. ബിംബങ്ങൾക്ക് സുജൂദ് ചെയ്യുന്നവന്റെ മുൻപിൽ ചെന്ന് സർവ്വബിംബങ്ങളും അടിച്ചു നിരപ്പാക്കി വലിയ ബിംബത്തിന്റെ തോളിൽ കോടാലി വെച്ച് ഈ സുജൂദ് ചെയ്യുന്ന അനുയായികളോടും ഭരണാധികാരിയോടും ചോദിച്ചു, നിങ്ങൾ പറ, അല്ലെങ്കിൽ പറയിപ്പിക്കണം, ഈ ബിംബങ്ങളെ തച്ചുടച്ചു കളഞ്ഞത് ഈ വലിയ ബിംബം കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കാണുമെന്ന് വിശ്വസിക്കുന്ന, നിങ്ങളെ സുജൂദ് കാണുമെന്ന് വിശ്വസിക്കുന്ന ആ ബിംബത്തോട് പറയാൻ പറ, ആരാണ് ഈ ചെറിയ ബിംബങ്ങളെ തച്ചുടച്ചതെന്ന് യുക്തിയിലൂടെ സമൂഹത്തിന്റെ അന്ധകാരത്തിനെതിരെ സംസാരിച്ചു. ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അദ്ദേഹം ഒരു പൂർണ്ണ മുസ്ലിമാണ്. അതുകൊണ്ട് ഇബ്രാഹിം നബിയെ ഇന്നും നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയിൽ അല്ലാഹു തആല മാതൃക തന്നിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് ഇബ്രാഹിം നബിക്ക് ഇത്രമാത്രം പദവികൾ അല്ലാഹു കൊടുത്തത് എന്നതിനും ഈ സമർപ്പണമാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെയൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ട ഇബ്രാഹിം നബിക്ക് അള്ളാഹു കൊടുത്ത നിരവധി പദവികളുണ്ട്. ആ പദവികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇബ്രാഹിം നബി ദുനിയാവിലും ശ്രേഷ്ഠന,
ആഖിറത്തിലും ശ്രേഷ്ഠന. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏതു പ്രവർത്തനങ്ങളെ കൊണ്ടും അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു, വലഖദ് ഇസ്തഫൈനാഹു, ഞാൻ ഇബ്രാഹിം നബിയെ തെരഞ്ഞെടുത്തിരിക്കുന്നു ദുനിയാവിൽ. അതോടൊപ്പം തന്നെ വഇന്നഹു ഫിൽ ആഖിറതി ലമിന സ്വാലിഹീൻ, നാളെ പരലോകത്ത് അദ്ദേഹം സ്വാലിഹീങ്ങളായ ആളുകളോടൊപ്പം ഒരു വിചാരണയുമില്ലാതെ റബ്ബിന്റെ അരികിലായിരിക്കും. വാനലോകത്തേക്കുള്ള യാത്രയിൽ മുഹമ്മദ് റസൂലുള്ള കണ്ടിട്ടുണ്ട്, ജനിച്ച ഉടനെ മരിച്ചു പോകുന്ന ചാപ്പിള്ളകളായ ജീവനിലില്ലാത്ത മക്കള് അള്ളാഹുവിന്റെ സ്വർഗ പൂങ്കാവനത്തിലെ ചെടികൾക്ക് നടുവിൽ അവരോടൊപ്പം കളിക്കുന്ന ഇബ്രാഹിം നബി എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ സ്വഹീഹായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിന് അല്ലാഹു തആല തെരഞ്ഞെടുക്കാനുള്ള കാരണം അദ്ദേഹത്തിന്റെ ഈ സമർപ്പണമായിരുന്നു. വീണ്ടും വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, ഈ ലോകത്ത് അല്ലാഹു ഒരു കൂട്ടുകാരനെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, പടച്ച റബ്ബ് ഒരു കൂട്ടുകാരനെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇബ്രാഹിം നബിയെ മാത്രമാണ്. വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, അല്ലാഹു ഇബ്രാഹിം നബിയെ കൂട്ടുകാരനായി തെരഞ്ഞെടുത്തു. ഇന്നും നഷ്ടപ്പെട്ടു പോയ ഒരു അന്തർവാഹിനിയെ പറ്റി ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ 7 ആകാശങ്ങളും ഭൂമിയും ഉൾക്കൊള്ളുന്ന ഈ അണ്ടകടാഹത്തെ പടച്ച റബ്ബ് എങ്ങനെ നിയന്ത്രിക്കുന്നു എന്ന് റബ്ബ് കാണിച്ചു കൊടുത്തത് ഒരൊറ്റ പ്രവാചകന് മാത്രമാണ്, ഇബ്രാഹിം നബിക്ക് മാത്രം. 7 ആകാശങ്ങളെയും ഭൂമിയെയും ഭൂമിക്കടിയിലുള്ളതിനെയും വാനലോകത്തെയും റബ്ബ് എങ്ങനെയാ നിയന്ത്രിക്കുന്നതെന്ന് അള്ളാഹു കാണിച്ചു കൊടുത്ത ഏക പ്രവാചകൻ ഇബ്രാഹിം നബി മാത്രമാണ്. ഉലുൽ അസ്മിൽ രേഖപ്പെടുത്തപ്പെട്ട 5 അമ്പിയാക്കൾ, ദൃഢമനസ്കരായ അമ്പിയാക്കളിൽ അള്ളാഹു രേഖപ്പെടുത്തിയത് ഇബ്രാഹിം നബിയെയാണ്. അള്ളാഹു തആല നുബുവത്ത് കൊണ്ടും റിസാലത്ത് കൊണ്ടും സിദ്ദീഖത്ത് കൊണ്ടും അള്ളാഹു ബഹുമാനിച്ചത് ഇബ്രാഹിം നബിയെയാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, തീർച്ചയായും ഇന്നഹു കാന സിദ്ദീഖൻ, അദ്ദേഹം ഒരു സിദ്ദീഖായിരുന്നു, അദ്ദേഹം ഒരു നബിയായിരുന്നു, അദ്ദേഹം ഒരു മുർസലായിരുന്നു. എണ്ണിയാൽ ഒടുങ്ങാത്ത പദവികൾ ഇബ്രാഹിം നബിക്ക് ഇതുകൊണ്ടൊക്കെ അള്ളാഹു വകവെച്ച് നൽകി. മറ്റൊരു ഭാഗത്ത് അദ്ദേഹത്തിന്റെ തൗഹീദിന്റെ ഉറച്ച ശബ്ദം കൊണ്ട് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഇതര ആളുകൾ അത്ഭുതപ്പെടുത്തുന്ന ദൃഷ്ടാന്തം ദുനിയാവിൽ വെച്ച് അല്ലാഹു തആല മനുഷ്യനിലൂടെ കാണിച്ചു കൊടുത്തു. കൊന്നു കൊലപിടിക്കുന്ന നമ്രൂദ് എന്ന ഭരണാധികാരിയുടെ അരികിൽ തന്നെ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, ഈ ബിംബങ്ങളും പ്രതിഷ്ഠകളും അവരോടുള്ള പ്രാർത്ഥനകളും അഗ്നിയോടുള്ള പ്രാർത്ഥനയും നിങ്ങൾ ഉപേക്ഷിക്കണമേ എന്ന് പറഞ്ഞപ്പം ആളിക്കത്തുന്ന അഗ്നിയെ ചൂണ്ടി നമ്രൂദ് കൽപ്പിച്ചു, അതേ അഗ്നിയിൽ ഇബ്രാഹിമിനെ വലിച്ചെറിയണം, അറിയട്ടെ ഇബ്രാഹിമിനെ ആരാ രക്ഷപ്പെടുത്താനുള്ളതെന്ന്. അഗ്നിയാണ് ദൈവം എങ്കിൽ ആ അഗ്നിയെ കുറ്റം പറഞ്ഞ ഇബ്രാഹിം അഗ്നിയിൽ കിടന്ന് വെന്തുകൊള്ളട്ടെ. വലിച്ചെറിയപ്പെടുന്ന തീക്കുണ്ടാരത്തിലേക്ക് വീഴുന്ന സെക്കൻഡിൽ പോലും ഇബ്രാഹിം നബി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന, ഹസ്ബി അല്ലാഹ് വനിഅ്മൽ വകീൽ, എനിക്ക് എന്റെ റബ്ബ് മതി, അവൻ എനിക്ക് കാരുണ്യം നൽകും, ഞാൻ അവനിൽ ബലമേൽപ്പിച്ചിരിക്കുന്നു. അല്ലാഹു തആല കൽപ്പന കൊടുത്തു, യാ നാർ കൂനു ബർദൻ വസലാമ, തീയെ ഒരിക്കലും ഇബ്രാഹിം നബിയെ നീ പൊള്ളിക്കരുത്, തണുപ്പും അദ്ദേഹത്തിന് സമാധാനവും നൽകണം. തീയപ്പടച്ച റബ്ബ്, തീയപ്പടച്ച റബ്ബ്, സൂര്യനെ പടച്ച റബ്ബ്, ആകാശഗോളങ്ങളെ പടച്ച റബ്ബ്, ആ റബ്ബാണ് എന്റെ ദൈവം. ഉദിക്കുന്ന സൂര്യനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, സൂര്യനാണ് വെളിച്ചം തരുന്നതെങ്കിൽ അവനാണ് എന്റെ റബ്ബ്. അസ്തമിക്കുന്ന സൂര്യനെ നോക്കി പറഞ്ഞു, രാത്രി എന്നെ നോക്കാൻ സൂര്യന് പറ്റില്ലെങ്കിൽ എനിക്ക് ആ സൂര്യനെ ദൈവമായിട്ട് വേണ്ട. ഉദിക്കുന്ന ചന്ദ്രനെ നോക്കി പറഞ്ഞു, രാത്രി വെളിച്ചം തരുന്ന ചന്ദ്രനാണ് എന്റെ ദൈവം. അസ്തമിച്ചു പോകുന്ന പകലിൽ കാണാത്ത ചന്ദ്രനെ ചൂണ്ടി പറഞ്ഞു, പകൽ നോക്കാത്തവർക്ക് എന്റെ ദൈവമാകാൻ അവകാശമില്ല. ഹയ്യുൽ ഖയ്യൂമായ എന്റെ റബ്ബാണ് എനിക്ക് ഏറ്റവും വലുത് എന്ന് പ്രഖ്യാപിക്കുന്ന ആ മനസ്സിലേക്കും തിരിച്ചറിവിലേക്കും ആ ജനതയെ കൊണ്ടുപോകാൻ ഇബ്രാഹിം നബി എന്ന ഖലീലുള്ളാഹ്ക്ക് സാധിച്ചതുകൊണ്ട് ഇന്നും കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹിം എന്ന് നമ്മളെ കൊണ്ടുപോലും പടച്ച റബ്ബ് പറയിപ്പിക്കുന്നതെങ്കിൽ ആ ഇബ്രാഹിം നബിയുടെ ചരിത്രമാണ് അങ്ങകലെ റബ്ബിന്റെ മണ്ണിൽ അതിഥികളായി ആളുകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ഇബാദത്തിൽ നിന്നും നമുക്കുള്ള മാതൃക ഒരു പൂർണ്ണ മുസ്ലിമാവുക എന്നുള്ളതാ. കർമ്മങ്ങളെ കൊണ്ടും പ്രവർത്തനങ്ങളെ കൊണ്ടും അതോടൊപ്പം ഹൃദയം കൊണ്ടും ഇടപെടുന്ന കച്ചവട രംഗത്തും അല്ലെങ്കിൽ സ്വത്ത് വിതരണ രംഗത്തും കുടുംബ രംഗത്തും ഏത് രംഗത്ത് ഇടപെടുമ്പോഴും ആ മുസ്ലിമിന്റെ ഐഡന്റിറ്റി നമ്മളിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഇബ്രാഹിം നബിയോടും ആ ചരിത്രത്തോടും നമ്മൾ കാണിക്കേണ്ട മര്യാദ. അതില്ല കേവലം യാന്ത്രികമായ ചില ഇബാദത്തിന്റെ കർമ്മങ്ങളിൽ മാത്രമേ ആ ഇസ്ലാം ഉള്ളൂ എങ്കിൽ നെഞ്ചത്ത് കൈവച്ച് റബ്ബിനോട് പരലോകത്ത് പറയാൻ നമ്മളിൽ ഒരാൾക്കും അള്ളാഹ് അവകാശം തരില്ല, റബ്ബേ ഞാനൊരു മുസ്ലിമായിരുന്നു എന്ന്. അള്ളാഹു പരലോകത്ത് വിചാരണത്തെടുക്കുമ്പോ പ്രകടന പരത കൊണ്ട് മാത്രം മുസ്ലിമായി ജീവിക്കുകയും ആത്മീയ ജീവിതം കൊണ്ട് ആർക്കൊക്കെയോ വേണ്ടി ജീവിക്കുകയും ചെയ്ത അള്ളാഹുവിന്റെ ശത്രുപക്ഷത്തായി പോകും. ആ തിരിച്ചറിവാണ് ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ നിന്നും നമ്മൾ ഉൾക്കൊള്ളാനുള്ള പാഠം. ആ തിരിച്ചറിവോടുകൂടി റബ്ബിന്റെ ദീനിനെ ഹൃദയത്തോട് ചേർക്കുന്ന
ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമെ അടക്കമുള്ള അമ്പിയാക്കളുടെ മാർഗം സ്വീകരിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസീകും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുതേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഈ പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജ മാസത്തിൽ ഇസ്ലാമിക ലോകത്തേറെ അഭിപ്രായ വ്യത്യാസമുണ്ടായ ഒരു നോമ്പിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ദുൽഹിജ്ജ 9 നോമ്പിന് പല അഭിപ്രായങ്ങളും പണ്ഡിതന്മാർക്കിടയിൽ പല വീക്ഷണ വ്യത്യാസങ്ങളുമുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇമാം ഗസാലി അടക്കം ജീവിച്ചിരിക്കുന്ന കാലത്ത് വർഷങ്ങൾക്ക് മുൻപേ ഈ അറഫ നോമ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുണ്ട്, അഭിപ്രായങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇന്നൊരു പക്ഷേ അത് ഇത്രമാത്രം രൂക്ഷമാവാനുള്ള കാരണം അവനവന്റെ സംഘടനാ സങ്കുചിതത്വമോ സ്ഥാനമുറപ്പിക്കലോ സ്വാധീനമറിയിക്കലോ ഇത്തരത്തിലുള്ള തർക്ക വിഷയത്തിൽ മാത്രമാകുമ്പോൾ പല ആളുകൾക്കും അതൊരു വിവാദമാക്കണം, ചില ആളുകൾക്ക് അതൊരു മാർഗമാക്കണം എന്ന അവസ്ഥയിലേക്ക് എത്തിയതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ കണക്കും ശാസ്ത്രവും അംഗീകരിക്കുന്നവരുണ്ട്, സൗദി അറേബ്യ എന്ന രാജ്യത്തെ മാത്രം അംഗീകരിക്കുന്നവരുണ്ട്, അതോടൊപ്പം തന്നെ ഹദീസ് ഗ്രന്ഥങ്ങളെ മുറുകെ പിടിക്കുന്ന ആളുകളും ഈ വീക്ഷണത്തിലുണ്ട്. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അന്ധമായ സങ്കുചിതത്വ മനോഭാവമില്ലെങ്കിൽ ഇതിന്റെ യഥാർത്ഥ രീതിയും ഹക്കും ബോധ്യപ്പെടാൻ നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ളതൊരു വസ്തുതയാണ്. കാരണം ഹാജിമാർ അറഫയിൽ നിൽക്കുമ്പോൾ തന്നെയാണ് അറഫ നോമ്പ് നോൽക്കേണ്ടത് എന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ എവിടെയും ഐക്യദാർഢ്യമാണ് നോമ്പ് എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. അൽഹംദുലില്ലാഹ് ഈ അടുത്ത കാലം വരെ അത്തരത്തിലുള്ള ഐക്യദാർഢ്യമാണ്, അറഫയിൽ നിൽക്കുമ്പോഴുള്ള ഐക്യദാർഢ്യമാണ് എന്ന് എഴുത്തിലും വായനയിലും പ്രസംഗിച്ചവർ പോലും ഇക്കഴിഞ്ഞ 2-3 ദിവസങ്ങളായി പറയുന്നു ആ വാദം ഞങ്ങൾക്കില്ല. ആരാ അങ്ങനെ പറഞ്ഞത്? ഇന്ന് പറയപ്പെടുന്ന മാറ്റത്തിലേക്ക് വിഷയങ്ങൾ എത്തിയിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. പിന്നെ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം, സത്യത്തിൽ ഹാജിമാർ അറഫയിൽ നിൽക്കുമ്പോൾ ആ അറഫ നോമ്പ് നോൽക്കാനാണോ അള്ളാഹുവിന്റെ റസൂലുള്ള കൽപ്പിച്ചത്, അല്ലെങ്കിൽ ദുൽഹിജ്ജ 9 എന്ന് പ്രത്യേകം അക്ഷരത്തിൽ ദിവസം നിർണയിച്ച് പറഞ്ഞിട്ടാണോ പ്രവാചകൻ കൽപ്പിച്ചത്? അത് തിരിച്ചറിയുന്ന രംഗത്ത് നമുക്ക് ബോധ്യപ്പെടും അറഫ നോമ്പിന്റെ പ്രത്യേകത മാത്രമല്ല, ഇസ്ലാമിന്റെ ഇസ്സത്ത് ബോധ്യപ്പെടും. ഹാജിമാർ അറഫയിൽ നിൽക്കുമ്പോൾ തന്നെ അറഫ നോമ്പ് നോൽക്കണമെന്നായിരുന്നു പ്രവാചകൻ പറഞ്ഞതെങ്കിൽ ഇസ്ലാമിൽ എന്തൊക്കെയോ പോരായ്മയുണ്ടെന്ന് ശത്രുക്കൾക്ക് വാദിക്കാൻ സാധിക്കും. കാരണം ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന സമയത്ത് ലോകത്തിന്റെ പല ഭാഗത്തും ഇരുട്ടില്ല, പല ഭാഗത്തും നേരം വെളുത്തിട്ടില്ല, പല ഭാഗത്തും നട്ടപ്പാതിര നേരമാണ്, പല രാജ്യവും അവരുടേതായ ഉദയാസ്തമയങ്ങൾ വ്യത്യസ്തമാണ്. സ്വാഭാവികമായും ശത്രുക്കൾ ചോദിക്കും, അപ്പൊ പകല് ചിലർ കുറെ നോമ്പൊൽക്കണം, ബാക്കി കുറെ ആൾക്കാർ രാത്രി നോമ്പൊൽക്കണം, ഇതാണോ ഇസ്ലാം എന്ന് ജനങ്ങൾ ചോദിക്കാതിരിക്കാൻ ഒരു പക്ഷേ റബ്ബിന്റെ തീരുമാനമാകാം. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു, ഇദാ റഅയ്തൽ ഹിലാല, നിങ്ങൾ മാസം കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം, ആ മാസം കണ്ട് നിങ്ങൾ തീരുമാനിക്കണം. ആ മാസത്തിന്റെ അളവിനനുസരിച്ച് അതല്ലെങ്കിൽ കാഴ്ചക്കനുസരിച്ച് നിങ്ങൾ നോമ്പ് നോറ്റോ. സ്വാഭാവികമായും ഇന്ന് ശത്രുക്കൾക്ക് ആരോപിക്കാനില്ല. കാരണം അള്ളാഹുവിന്റെ തിരുദൂതൻ ആ അറഫയിൽ നിൽക്കുമ്പോൾ തന്നെ നോൽക്കണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ശത്രുക്കൾക്ക് മുൻപിൽ നമുക്ക് പറയാൻ മറുപടികൾ ഉണ്ടാവില്ല. ഇന്ന് നമുക്ക് ധൈര്യത്തോടുകൂടി പറയാം, അള്ളാഹുവിന്റെ തിരുദൂതന്റെ നോമ്പിനെ പറ്റി ഭാര്യമാര് രേഖപ്പെടുത്തി, അദ്ദേഹം നോമ്പ് നോക്കിയിരുന്നു ദുൽഹിജ്ജ 9-ന്, ദുൽഹിജ്ജ 8-നല്ല. ദുൽഹിജ്ജ 9 കഴിഞ്ഞ് 10-ന് വെറുതെ നടന്ന് 11-ലേക്ക് അദ്ദേഹം വേറെ ഇബാദത്തുകളോ അല്ലെങ്കിൽ ആഘോഷങ്ങൾക്കോ ചെയ്തു എന്നല്ല.
അദ്ദേഹം 9 നോമ്പനുഷ്ഠിച്ചിരുന്നു എന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ആ അഭിപ്രായം സ്വീകരിക്കുമ്പോൾ, കാരണം ഓരോ ലോകത്തുള്ള ഉദയാസ്തമയങ്ങളും വ്യത്യസ്തമാണ്. ആ ഉദയാസ്തമയങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ ഇബാദത്തുകളുടെ സമയം പോലും നിർണ്ണയിക്കുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, സൗദി അറേബ്യയിൽ കണ്ടു എന്ന വാശിയുടെ പേരിലാണെങ്കിൽ, അതല്ലെങ്കിൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നാൽ സൗദി നമസ്കരിക്കുന്ന നമസ്കാര സമയം നമ്മൾ പിന്തുടരേണ്ടി വരും. ഇനി അതല്ല, കണക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ശാസ്ത്രത്തെ മാത്രം പിന്തുടരുകയും ബുദ്ധിയെ കൊണ്ട് ഇസ്ലാമിനെ അളക്കുകയും ചെയ്താൽ, ഉലമാക്കൾ പറഞ്ഞതുപോലെ നിങ്ങൾ കൊതു നഷ്ടപ്പെട്ടെന്ന് തോന്നിയാൽ നഷ്ടപ്പെട്ട ഭാഗം കഴുകിയാൽ പോലെ എന്നൊരു ബുദ്ധിയുള്ള മനുഷ്യൻ ചോദിച്ചാൽ പിന്നീട് അതിനെ തിരുത്താൻ പറ്റാതെ വരും. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ ഹദീസ് ഗ്രന്ഥങ്ങളിൽ സ്വഹീഹായി എന്ത് രേഖപ്പെടുത്തിയോ നിങ്ങളത് സ്വീകരിക്കണം. എങ്കിൽ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾക്ക് റബ്ബിനോട് മറുപടി പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു മാസപ്പിറവി ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു നാടിനെ അനൈക്യത്തിലേക്കും അസ്വസ്ഥതയിലേക്കും എത്തിക്കാൻ പാടില്ല. എക്കാലഘട്ടത്തിലും ആക്ഷേപങ്ങളാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. പലർക്കും പല അഭിപ്രായങ്ങളും ഉണ്ടാകാം. പക്ഷെ അതിന്റെ പേരിൽ വ്യക്തി വിദ്വേഷങ്ങളും പ്രചരണങ്ങളും നടത്തി അത്തരത്തിൽ സ്വാധീനമറിയിക്കാൻ വേണ്ടി പരക്കം പായുന്ന ചില കൂട്ടർ, ഇസ്ലാമിൽ ഒരിക്കലും അംഗീകരിക്കാത്ത അല്ലെങ്കിൽ കാപട്യത്തിന്റെ മുനാഫിക്കിന്റെ ലക്ഷണമായ ആളുകളോട് പറയാതെ തന്നെ ഏതെങ്കിലും പണ്ഡിതന്മാരെ ഫോൺ വിളിച്ച് അവര് പോലും അറിയാതെ റെക്കോർഡ് ചെയ്ത് അവര് തോന്നിയ കോലത്തിൽ കട്ട് ചെയ്ത് അവര് വേണ്ട ഭാഗങ്ങൾ മാത്രം എടുത്ത് പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടം. എന്നിട്ടും അവർ പറയുന്നു സുന്നത്തിന് വേണ്ടി ഞങ്ങളത് ചെയ്തു. ഇത്രമാത്രം അധപ്പതിക്കുകയും അതിനേക്കാളേറെ ആക്ഷേപങ്ങളല്ലോ, ഇതിനെതിരെ ഉണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ്. അങ്ങനെ നമ്മൾ കണ്ടിട്ട് അതിനെ പിന്തുടരുന്നുണ്ടെങ്കിൽ ഇന്ന് ചില ആളുകൾ കാണിക്കുന്നത് പോലെ പിറ്റേന്നൊരു പെരുന്നാൾ അത് നടത്തിയിട്ടുണ്ട് ഓരോ നാട്ടിലും. അതിന്റെ പിറ്റേന്ന് തന്നെ പെരുന്നാൾ ആഘോഷിക്കുന്ന രീതി. പക്ഷേ കഴിഞ്ഞ 1-2 കൊല്ലങ്ങളായി ഇത് പറയുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്നവരുടെ ഒരു കൂട്ടർക്ക് ഒരു ദിവസം പെരുന്നാൾ, തെക്കൻ കേരളത്തിൽ ഒരു ദിവസം, വടക്കൻ കേരളത്തിൽ വേറൊരു ദിവസം. ആശങ്കപ്പെട്ട അസ്വസ്ഥരായി ഇസ്ലാമിന്റെ മുജാഹിദിന്റെ ആദർശം നെഞ്ചേറ്റുന്ന പലർക്കും അവരുടേതായ വിശ്വാസങ്ങളിൽ പോലും അവജ്ഞത തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ചേർന്ന് നിൽക്കലാണെന്ന് തെറ്റിദ്ധരിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ധരിക്കാൻ ഒരു വകുപ്പുമില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഉലമാക്കൾ അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ച ഹദീസ് ഗ്രന്ഥങ്ങളിലേക്ക് ഞങ്ങൾ മടങ്ങി എന്ന് പറയാനുള്ളൊരു മാനസികാവസ്ഥ നമ്മൾക്കുണ്ടാകുമായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ ഇതേ സമയത്ത് പോലും പ്രചരിപ്പിച്ച ഒരു ഖുത്ബയുടെ 2ാമത്തെ ഭാഗം ഇനി എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ, അതല്ലെങ്കിൽ ഈ വിഷയത്തിൽ എനിക്ക് അബദ്ധമാണ് പറ്റിയതെങ്കിൽ, ഞാൻ പഠിക്കുന്നിടത്തും അറിഞ്ഞിടത്തും എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യം ഞാൻ അള്ളാഹുവിന് വിടുന്നു. പക്ഷേ സമൂഹത്തിൽ ആളുകൾക്കിടയിൽ പരിഹാസ്യമാക്കുന്ന ഒരു കോമാളിത്തരമാക്കുന്ന ഇടയ്ക്ക് ജയപ്പെട്ട് പെരുന്നാൾ ആഘോഷിക്കുന്ന രീതിയോട് ഞാൻ യോജിക്കാത്തത് കൊണ്ട് തന്നെ 28ന്റെ പകൽ നോമ്പ് നോൽക്കുകയും 29ന് പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യുന്ന തീരുമാനത്തിലേക്ക് എന്റെ ഹൃദയത്തിൽ ഞാൻ എന്റെ തീരുമാനമെടുത്തിട്ടുള്ളത്. വിയോജിക്കാം, അഭിപ്രായപ്പെടാം, ആക്ഷേപങ്ങൾ ചെയ്യാം, തെറി വിളിക്കാം. പിന്നാലെ വന്ന് അറിയാത്ത ഫോൺ കോളിൽ നിന്ന് നമ്പറിൽ വിളിച്ച് ആവശ്യമുള്ള എന്റെ പ്രകോപനമോ എന്റെ സംസാരമോ റെക്കോർഡ് ചെയ്യാം, എന്റെ തുണിയിരിക്കാം എന്ന് കരുതി പടത്തുറപ്പിന്റെ ദീനിനെ ആളുകൾക്ക് പരിഹാസ്യമാക്കാനും കോമാളിയാക്കാനും ഒരു ജോക്കാക്കാനും വേണ്ടി വിട്ടുകൊടുക്കാൻ മാത്രം ഒരു മുസ്ലിമിന് സാധിക്കുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ആ പരിശുദ്ധ പെരുന്നാളിന് വേണ്ടി, ആ നോമ്പിന് വേണ്ടി ദുൽഹിജ്ജ 9ന്റെ കഴിഞ്ഞ കാലങ്ങളത്രയും വരാനിരിക്കുന്ന കാലങ്ങളത്രയും അല്ലാഹു തആല പാപങ്ങൾ പൊറുക്കുന്നതാണ് ഈ ഒരു പരിശുദ്ധമാക്കപ്പെട്ട നോമ്പ്. ആ നോമ്പിനെ അതേ മനസ്സോടെ സ്വീകരിച്ച് നിയ്യത്ത് നന്നാക്കി റബ്ബിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. കൂലി തരേണ്ടത് അവനാ. ആ കൂലി ദുനിയാവിൽ വ്യക്തികളിൽ നിന്നും സങ്കുചിതത്വത്തിൽ നിന്നും ചേർന്ന് നിൽക്കുന്നവരെയും തൃപ്തിപ്പെടുത്താനാണെങ്കിൽ അള്ളാഹുവിനോട് കണക്ക് പറയാൻ ഒരുങ്ങുക. എന്റെ കൂലി ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ റബ്ബിന്റെ അരികിൽ നിന്നാണെങ്കിൽ ദുൽഹിജ്ജ 9 എന്ന ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ടെങ്കിൽ ഞാൻ ആ നോമ്പെടുക്കാൻ ആഗ്രഹിക്കുന്നു. ആ തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടാകുമ്പോഴേ അള്ളാഹുവിന്റെ ഈ ദുനിയാവിലുള്ള ചേർന്ന് നിൽക്കലുകൾക്കും ചേർത്ത് നിർത്തലുകൾക്കുമൊക്കെ ഒരു ഭംഗിയും ഒരു മറ്റുള്ള ശത്രുക്കൾക്കിടയിൽ അതൊരു വലിയ സന്തോഷമായി, അവർക്ക് വേദനയുണ്ടാക്കിയാലും നമുക്ക് സന്തോഷമായി ചേർന്ന് നിൽക്കാനും സാധിക്കും. അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് നാഥ. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമെന്ന്
അള്ളാഹുവെ, മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് റബ്ബേ. മക്കളെന്ന് അനുഗ്രഹം നൽകി ഓരോ കുടുംബത്തോടും നീ കാരുണ്യം കാണിക്കണമേ. രോഗം ബാധിച്ച